അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നദികളും കായലുകളും എന്ന ടോപ്പിക്കാണ്. 32ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് നോക്കി അറിയാം. നദികളും കായലും എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു മാപ്പ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ നദികളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LDCയുടെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് PDF നോട്ട്സ് കിട്ടും, CA നോട്ടൊക്കെ കിട്ടും. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ 44 കേരളത്തിലെ ആകെ നദികൾ 44. കൊച്ചുകുട്ടിയൊക്കെ വരെ അറിയാനുള്ള കാര്യമാണ്. കേരളത്തിലെ ആകെ നദികൾ 44. 1945 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ അധികമുള്ള നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ നദിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുതൽ വേണം? 250 കിലോമീറ്റർ കൂടുതൽ വേണം. 250 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ദേശീയ നദികളുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ദേശീയ നദികൾ ഇല്ല. ഓക്കെ, അപ്പോൾ കേരളത്തിന് നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുതൽ വേണം? 15 കിലോമീറ്റർ കൂടുതൽ വേണം. 1945 കേരള സർക്കാരിൻ്റെ വിജ്ഞാപനം അനുസരിച്ചാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആകെ നദികൾ നമ്മൾ പറഞ്ഞു 44. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. അത് അറബിക്കടലിലേക്കാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ 3 നദികളുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അത് തമിഴ്നാട്, കർണാടക ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാറാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. 12 നദികളാണ്. ഓരോ നദികളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇൻട്രോ ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ 11 നദികളാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ എന്നറിയപ്പെടുന്നത് തൂതപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണെന്ന് ഓർത്തുവയ്ക്കുക. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്ന അയിരൂർ പുഴയാണെന്ന് ഓർത്തുവയ്ക്കുക. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ ആണെന്ന് ഓർത്ത്. അടുത്ത പോയിന്റ്, മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുന്തിപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. അതുകൊണ്ടാണ് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ആയതുകൊണ്ടാണ് മലിനീകരണം കുറഞ്ഞ നദി എന്ന് പറയാൻ കാരണം. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി എന്ന് പറയുന്നത്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. ഈ ചന്ദ്രഗിരിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാസർഗോഡ് പട്ടണത്തെ ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ചോദിച്ചാൽ മൂവാറ്റുപുഴയാറെന്ന് ഓർത്തേക്കുക. ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ നദിയിലെന്ന് വെച്ചാൽ പമ്പാ നദിയിലാണ്. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ കരമനയാറാണ്. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടി നദിയാണ്. ബാണാസുരസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന നദി വളപട്ടണം പുഴയാണ്. അത് കണ്ണൂർ ജില്ലയിലാണ്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദിയാണ് പന്നിയാർ. അത് ഇടുക്കിയിലാണ്. പൊന്മുടി 2 സ്ഥലങ്ങളിൽ പൊന്മുടി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് ഇടുക്കിയിലുമുണ്ട്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയാണെന്ന് ഓർത്ത് വയ്ക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ഒരു പൊന്മുടി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി എന്ന് വെച്ചാൽ കോരപ്പുഴയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, OV വിജയൻ്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദിയാണ് മീനച്ചലാർ. അത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം സ്ഥിതി ചെയ്യുന്ന മീനച്ചലാറിൻ്റെ തീരത്താണെന്ന് ഓർത്ത് വയ്ക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ആറ്റുകാൽ ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ എന്ന് ഓർത്ത് വയ്ക്കുക. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ്. അത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തിക്കുക. കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിലാണ്. പുതിയതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കൊടുങ്ങരപ്പള്ളം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലാണെന്ന് ഓർത്തിക്കുക. അടുത്ത പോയിന്റ്, ഓരോ നദികളെയും നമുക്ക് വിശദമായിട്ട് നോക്കാം. പെരിയാർ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്ന പെരിയാറാണ്. 244 പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു. ഉത്ഭവം തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ്.
പെരിയ ശിവൻ എന്ന് പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ്? പെരിയ ശിവൻ, പെരിയാറിൻ്റെ പെരിയ ശിവൻ, ശിവഗിരി മലയുടെ ശിവ. ഓക്കെ, അങ്ങനെ പെരിയ ശിവൻ എന്ന് പഠിച്ചു വയ്ക്കുക. പെരിയാർ ഉത്ഭവിക്കുന്ന ശിവഗിരി മലയിൽ നിന്ന്. പെരിയാറിന് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. അപരനാമം കേരളത്തിൻ്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. പുരാതന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. പ്രധാന പോഷക നദികൾ മുല്ലയാർ, ചെറുതോണിപ്പുഴ, ഇടമലയാർ, മുതിരപ്പുഴ, പെരിഞ്ചൻകുട്ടിയാർ. പ്രധാന സവിശേഷതകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പെരിയാർ നദിയിലാണ്. പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മൺപുറം പെരിയാറിൻ്റെ തീരത്താണെന്ന് ഓർത്തുവയ്ക്കുക. കേരളത്തിലെ കുടിവെള്ളം, വ്യവസായ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നദിയാണ് പെരിയാർ. ശങ്കരാചാര്യരുടെ പൂർണ്ണ എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിക്കുന്ന നദി പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് പെരിയാറാണെന്ന് ഓർത്തുവയ്ക്കുക. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ. ആദിശങ്കര തീർത്ഥ സ്തംഭ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. മാർത്താണ്ഡം പുഴ, മംഗലപ്പുഴ എന്നീ രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ ആലുവ. പെരിയാറിന് വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. പെരിയാർ വെള്ളപ്പൊക്കം മൂലം നശിക്കാൻ ഇടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 മലയാള മാസം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 99 വെള്ളപ്പൊക്കം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. മലയാറ്റൂർ പള്ളി, അദ്വൈത ആലുവ അദ്വൈതാശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്നിവ ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ പെരിയാർ തീരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഓർത്തുവയ്ക്കുക. ആലുവ പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. മുല്ലപ്പെരിയാർ ഡാം, ഇരട്ടയാർ, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാർ, കുണ്ടള ഡാം, ഇടമലയാർ, മാട്ടുപ്പെട്ടി ഡാം, ചെങ്കുളം ഡാം, ഇടുക്കി ഡാം, ആനയിറങ്കൽ ഡാം, ചെറുതോണി ഡാം, പൊന്മുടി ഡാം എന്നിവ പെരിയാർ നദിയിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമല. അങ്ങനെ പഠിക്കുക. ഭാരമുള്ള ആന എന്ന് പഠിക്കുക. ഭാരമുള്ള ആന, മറന്നുപോരില്ല. ഭാരമുള്ള ആന എന്ന് പഠിക്കുക. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപരനാമങ്ങൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിനെ ചുറ്റി ഒഴുകുന്നതുകൊണ്ട് കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭാരതപ്പുഴയെ. പ്രധാന പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. പ്രധാന സവിശേഷതകൾ: കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദീതടം, അതായത് നദീതടമുള്ളത് ഭാരതപ്പുഴയ്ക്കാണ്. മാമാങ്കം നിന്നിരുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായയിലാണ്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായ തിരുനാവായയാണെന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത് കുഞ്ചൻ നമ്പ്യാർ, തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങിയവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നദിയാണ് എന്ന് പറയുന്നത് ഭാരതപ്പുഴ എന്ന് ഓർത്തുവയ്ക്കാം. ഭാരതപ്പുഴയുടെ തീരത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം, അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടത് എന്ന് പറയാൻ കാരണം. പ്രസിദ്ധമായ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓർത്തുവയ്ക്കുക. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനിയാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ്. അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ, തൃശ്ശൂർ ജില്ലയിലാണ് മായന്നൂർ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ ഉപനദിയാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി, നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയും കുന്തിപ്പുഴ എന്ന് ഓർത്തു വയ്ക്കാം. ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് കേരളത്തിൽ എവിടെ വെച്ചാണെന്ന് വെച്ചാൽ തിരുനാവായയാണ്.
കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടാകണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയുടെ പാലക്കാട് ജില്ലയിലെ മാന്നന്നൂരിലും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തിനും ബന്ധിപ്പിച്ചാണ്. അടുത്ത പമ്പ നദിയാണ് നോക്കുന്നത്. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ. ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ നദിയുടെ ഉത്ഭവം. അപരനാമം ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പുരാതന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാട്. പ്രധാന പ്രസിദ്ധമായ സവിശേഷതകൾ നോക്കാം. പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദീതീരത്താണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ തീരത്താണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ തീരത്താണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി എന്നിവ പമ്പാ നദിയിലാണ്. പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാർ, അഴുതയാർ, കക്കിയാർ, മണിമലയാർ, കല്ലാർ എന്നിവ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. എടത്തുവ പള്ളി സ്ഥിതി ചെയ്യുന്ന പമ്പാ നദി തീരത്താണ്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരിന്തീനരുവി എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്ത് നോക്കേണ്ടത് ചാലിയാർ നദിയാണ്. നീളം 169 കിലോമീറ്റർ. നാലാമത്തെ വലിയ നദിയാണ് ചാലിയാർ. ഉത്ഭവവും തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ്. അപരനാമം ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നാണ്. പ്രധാന സവിശേഷത കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാറിൻ്റെ തീരത്ത്. മലിനീകരണത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിലൂടെ ആണ് ചാലിയാർ പ്രക്ഷോഭം പ്രസിദ്ധമായത്. വായു മലിനീകരണത്തിൽ നിന്ന് മലിനീകരണപ്പെട്ട കേരളത്തിലെ ആദ്യ നദിയാണ് എന്ന് പറയുന്നത് ചാലിയാർ എന്ന് പറയുന്നത്. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്നിവ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടലാണ്. ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് നിലമ്പൂർ, അരീക്കോട്, എടവണ്ണ, ബേപ്പൂർ, ഫറൂഖ്. വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KA റഹ്മാൻ. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗോളിയോർ റയോൺ ഫാക്ടറിയായിരുന്നു മാവൂർ എന്ന സ്ഥലത്ത്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണെന്ന് ഓർത്തു വയ്ക്കുക. ചാലക്കുടിപ്പുഴ അടുത്ത് നോക്കേണ്ട ചാലക്കുടിപ്പുഴയാണ്. അഞ്ചാമത്തെ വലിയ നദിയാണ് ചാലക്കുടിപ്പുഴ. നീളം 145.5 കിലോമീറ്ററാണ്. ഉത്ഭവം ആനമലയിൽ നിന്ന്. പ്രധാന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നദീതടമാണ് ചാലക്കുടിപ്പുഴ. പ്രസിദ്ധമായ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടിപ്പുഴയിലാണ്. ഷോളയാർ, പെരിങ്ങൽക്കുത്ത് എന്നീ ജലവൈദ്യുത പദ്ധതി ചാലക്കുടിപ്പുഴയിലാണ്. പ്രധാന പോഷക നദികൾ പറമ്പിക്കുളം, ഷോളയാർ, കുരാക്കുട്ടിയാർ, കരപ്പാറ എന്നിവ പ്രധാന പോഷക നദികൾ. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്ന ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്ന ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത പോയിന്റ് നെയ്യാർ നദിയാണ്. നെയ്യാർ നദി തെക്കേറ്റത്തെ നദി എന്നറിയപ്പെടുന്ന നെയ്യാറാണ്. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്റർ. നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യമല, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നദി. നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടലാണ്. നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാർ, കരവലിയാർ. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടി കല്ലെടുത്തത് നെയ്യാർ നദിയിലെ കല്ലാണെന്ന് ഓർത്തു വയ്ക്കാം. മഞ്ചേശ്വരം പുഴ നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ നദിയായി കണക്കാക്കണമെങ്കിൽ 15 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ കൂടുതലാണ് ഇത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലപ്പൂണിക്കുന്നുകൾ, കാസർഗോഡ് ജില്ലയിലാണ് ബാലപ്പൂണിക്കുന്നുകൾ. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം പുഴയാണ്. തെക്കേറ്റത്തെ നദി നമ്മൾ പറഞ്ഞു നെയ്യാർ നദിയെന്ന്. അടുത്ത് മയ്യേഴിപ്പുഴ അഥവാ മാഹിപ്പുഴയെ നോക്കാം. ആകെ നീളം 54 കിലോമീറ്റർ. ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്ന്. മയ്യേഴിപ്പുഴ പതിക്കുന്ന കടലാണ് അറബിക്കടൽ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് മയ്യേഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യേഴിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിലാണ്. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ. അടുത്ത പോയിന്റ് കബ്ബനി നദി നോക്കാം.
കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്. അതിലെ ഏറ്റവും വലിയ നദി എന്നാണ് കബനി എന്നറിയപ്പെടുന്നത്. കബനി നദിയുടെ നീളം 56.6 കിലോമീറ്ററാണ്. അത് കേരളത്തിലൂടെ 56.6, എന്നാൽ ആകെ നീളം 240 കിലോമീറ്ററാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില. കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം തൊണ്ടാർമുടിക്കുന്ന്, വയനാട് ജില്ലയിലാണ്. കബനി നദിയുടെ പതനസ്ഥാനം കാവേരി നദിയിലാണ്. അത് കർണാടകയിൽ വെച്ചാണ്. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമടക്കുടൽ. അടുത്ത് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയിലാണ്. കുർവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയിലാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഏക നദിയാണ് കബനി. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോളെ ദേശീയോദ്യാനം, കർണാടകയിലാണ്. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പനമരം, മാനന്തവാടി നദികൾ. അടുത്ത് നോക്കേണ്ടത് ഭവാനിയാണ്. ഭവാനി കേരളത്തിലെ നീളം ചോദിച്ചാൽ 37.5, ആകെ നീളം 217 കിലോമീറ്ററാണ്. ഉത്ഭവം നീലഗിരിയിൽ നിന്ന്. പതനസ്ഥാനം കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിൽ. ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാർ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി എന്ന് ഓർത്തു വയ്ക്കുക. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ജലമെത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി. അടുത്ത് പാമ്പാറാണ് നോക്കേണ്ടത്. കേരളത്തിലെ നീളം 25 കിലോമീറ്റർ, ആകെ നീളം 31 കിലോമീറ്റർ. പാമ്പാർ ഉത്ഭവിക്കുന്ന സ്ഥലം പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കുക. ബെൻമൂർ ദേവികുളം താലൂക്ക് എന്ന സ്ഥലത്തു നിന്നാണ് ബെൻമൂർ ദേവികുളം താലൂക്ക്. ഓക്കെ, ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? ബെൻമൂർ ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല. പാമ്പാറിൻ്റെ പതനസ്ഥാനം കാവേരിയാണ്, തമിഴ്നാട്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണെന്ന് ഓർത്തു വയ്ക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കോഴിക്കോട്, അതായത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നത്. അടുത്ത് പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് തലയാർ. പാമ്പാറിൻ്റെ പ്രധാന പോഷക നദികൾ ഇരവികുളം, മൈലാടി, തീർത്ഥമല, ചെങ്കളാർ, തേനാർ. പാമ്പാർ തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ചിമ്മിനി വന്യജീവി സങ്കേത സംരക്ഷണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ഇരവിപുരം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് കേരളത്തിലെ കായലാണ്. നമ്മൾ 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ടോപ്പിക്കാണ് കേരളത്തിലെ കായലുകൾ. അതായത് സമുദ്രതീരത്ത് നിന്ന് സമാന്തരമായി കാണുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ അഥവാ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34. ഇവയിൽ 7 ഉൾനാടൻ ജലാശയങ്ങളും 27 സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലവണാംശമുള്ള കായലുകളാണ്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം എന്ന് വെച്ചാൽ മേപ്പാടിയാണ്. അത് വയനാട് ജില്ലയാണ്, മേപ്പാടി. അടുത്ത ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട്. അത് വയനാട് ജില്ലയിലാണ്. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അഷ്ടമുടി കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ട. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയാണെന്ന് ഓർത്തു വയ്ക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. വേമ്പനാട്ട് കായൽ, നമുക്ക് ഓരോ കായൽ നോക്കാം. വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം 205 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ, വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ മനുഷ്യനിർമ്മിത ദ്വീപാണെന്ന് ഓർത്തിക്കുക. അതുപോലെ തന്നെ വൈപ്പിൻ. പ്രധാന സവിശേഷതകൾ: പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ പുന്നമടക്കായൽ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. കുട്ടനാട് നെൽകൃഷിയെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ട് ഏത് കായലാണ്? ഈ കായലിലാണെന്ന് ഓർത്തു വയ്ക്കുക. കുട്ടനാടിനെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി നിർമ്മിച്ച തോട്ടപ്പള്ളി സ്പിൽവേ ഈ കായലിലാണ്. വേമ്പനാട്ട് കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഇതൊരു റംസാർ സൈറ്റാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത് അഷ്ടമുടി കായൽ നോക്കാം. പ്രത്യേകത: കേരളത്തിലെ 2ാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ആകൃതി പന ട്രീ, അതായത് പനയുടെ ഇലയുടെ ആകൃതിയിലാണ്.
അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലാണ് ഇത് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് ഓർത്തു വയ്ക്കാം. 8 ശാഖകൾ ഉള്ളതിനാണ് ഈ പേര് വന്നതും കൂടി ഓർത്തു വയ്ക്കുക. പ്രധാന ദ്വീപ് മൺട്രോ തുരുത്ത്, മറന്നു പോരുത്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത് പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം. കായൽ ടൂറിസത്തിന് വളരെ പ്രസിദ്ധമായ ആണ്. അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ കായൽ യാത്ര പ്രശസ്തമാണ്. കല്ലടയാർ അഷ്ടമുടി കായലിലാണ് പതിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇതൊരു റംസാർ സൈറ്റാണെന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇതാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട, സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, അപരനാമം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ബാക്ക് വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ആകൃതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലാണ്. സവിശേഷത, തീരത്ത് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തടാകത്തിലെ ജലം ശുദ്ധീകരിക്കുന്ന കവബോറിന എന്ന പ്രത്യേകതരം ലാർവകൾ ഇവിടെ കാണപ്പെടുന്നു. കൊല്ലം നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സ് ഈ തടാകമാണ്. ഇതൊരു റംസാർ സൈറ്റാണെന്ന് ഓർത്തുവയ്ക്കും. മറ്റു പ്രധാന തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പൂക്കോട് തടാകം, വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധജല തടാകമാണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. വെള്ളേണിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് എന്നാണ് വെള്ളായണിക്കായൽ. തെക്കൻ കേരളത്തിലെ ശുദ്ധജല തടാകം എന്ന് വെച്ചാൽ ഏതാണ് വെള്ളേണിക്കായലാണ്. ഇനി അടുത്ത ഏനമാക്കൽ മനക്കൊടി കായലുകൾ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കുമ്പളക്കായൽ കാസർഗോഡ് ജില്ലയിൽ, കൽനാട് കായൽ കാസർഗോഡ് ജില്ല, ആക്കുളം തിരുവനന്തപുരം, BM കായൽ മലപ്പുറം, പരവൂർ കായൽ കൊല്ലം, അടുത്ത് വേളി തിരുവനന്തപുരമാണ്. കേരളത്തിലെ തെക്കേറ്റത്തെ കായലാണ് ഏത് വേളിക്കായൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.